ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ മരിച്ച ഷൈനി അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തത് അസ്വസ്ഥയാക്കി. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ. ഊട്ടിയിലാണോ? എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് വന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിർത്തിയിട്ട് ഏഷ്യക്കാട് വല്ലതും ഒരു വർഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ, ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? ഇതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് വിതരണമുള്ള പൈസ അയക്കി വെക്കാമോ? എന്താ ചെയ്താന്നറിയത്തില്ല. ഏതായാലും ഇത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ ഇത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മിഥുൻ അയ്യപ്പൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ ഷൈനി പല വഴിയും നോക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ വലിയ ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു കടുത്ത മാനസിക സമ്മർദ്ദം ആണ് ഈ ശബ്ദ സന്ദേശത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ? ഒന്ന് തിരികെ പിടിക്കാനും കഴി പിടിപ്പിക്കാനും വീണ്ടും ആ വിവാഹമോചനത്തിന് ശേഷം തനിക്കും മക്കൾക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരു അമ്മയുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. തീർത്തും വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടിരുന്നു. പല വിധത്തിലുള്ള മാനസികമായി സമ്മർദ്ദം ഈ ഷൈനി അനുഭവിച്ചിരുന്നു എന്നതിന്റെ വ്യക്തമാക്കുന്ന ശബ്ദം തന്നെയാണ് ഇത്. ഒന്ന്, തനിക്കൊരു ജോലിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമം നടത്തിയിരുന്നു. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് ഷൈനിയെ ജോലിക്ക് വിട്ടിരുന്നില്ല ഭർത്താവ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു എക്സ്പീരിയൻസോട് കൂടി ജോലിയിൽ പ്രവേശിപ്പിക്കാൻ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ 2 പെൺമക്കളുടെ ഫീസിനും പഠനാവശ്യങ്ങൾക്കും മറ്റുമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ഈ ലോണിൽ അടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു വരുമാനമില്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ 9 മാസമായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് വീട്ടിൽ ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ഷൈനി. ഇത്തരത്തിൽ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം തന്നെ ബലവത്താവുന്നില്ല എന്നുള്ളതിന്റെ നിരാശയും ഈ ശബ്ദത്തിലുണ്ട്. മറ്റൊന്ന്, ഈ ഭർത്താവ് വിവാഹമോചനത്തിന് സമ്മതിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ വിവാഹമോചനം തേടി മറ്റു നടപടിയിലേക്ക് കടക്കാനുള്ള ജീവിതമാർഗങ്ങൾ തേടാനുള്ള ശ്രമം ഭർത്താവും കൂടി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു ഹിയറിംഗിന് വിളിച്ചപ്പോൾ കോടതിയിൽ ഭർത്താവ് ഹാജരായിരുന്നില്ല എന്നുള്ള കാര്യമെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇനി അടുത്തത് ഏപ്രിൽ മാസത്തിലാണ് കേസ് വെച്ചിരിക്കുന്നത്. അന്നും കൂടി ഹാജരായിട്ടില്ലെങ്കിൽ മാത്രമേ മറ്റു നടപടിയിലേക്ക് പോകാൻ കഴിയൂ എന്നെല്ലാം പറയുന്നുണ്ട്. അത്തരത്തിൽ തീർത്തും നിരാശ അനുഭവപ്പെട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഷൈനി കൂട്ടുകാരിക്ക് അയച്ച ഒരു മെസ്സേജാണ്. അതിൽ കൂട്ടുകാരിയോട് ഏതെങ്കിലും തരത്തിൽ ജോലി സാധ്യതകൾ എവിടെയെങ്കിലും ലഭ്യമാകുന്നുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓക്കെ, ശരി മിഥുൻ.